എന്തായാലും അമ്മൂമ്മ അനിരുദ്ധിനെ ഓടിക്കുന്നതാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഇതൊരു വേഷം മാറി വന്നിട്ടുള്ള ഒരാളാണ്, അല്ലാതെ സ്ത്രീ ഒന്നല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിടിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കുന്നത്. അപ്പോൾ അനിരുദ്ധാണെങ്കിൽ ഓടി ഓടിയിട്ട് ലാസ്റ്റ് ഒരു കുളം പോലത്തെ സ്ഥലത്തേക്ക് എടുത്ത് ചാടുകയാണ്. അപ്പോൾ അമ്മൂമ്മയുടെ വിചാരം ആളുടെ കൈ തട്ടിയിട്ട് വീണതാണെന്നാണ്. അപ്പോൾ ആളാകെ കുറ്റബോധത്തോടെ നിൽക്കുന്നുണ്ട്, താനൊരു കൊലപാതകി ആയല്ലോ എന്നുള്ള ആ ഒരു മൈൻഡിൽ നിൽക്കുന്നുണ്ട് ആൾ പേടിച്ചിട്ട്. പിന്നെ അവിടുന്ന് പോവാണ്. പിന്നെ കാണിക്കുന്നത് അനിരുദ്ധിനെ രക്ഷിക്കുകയാണ്. ത്രിലോചൻ വന്നിട്ട് കയറൊക്കെ ഇട്ടിട്ട് രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിനോട് ചോദിക്കുന്നുണ്ട്, മോനെ നീ രക്ഷപ്പെട്ടുല്ലോ, എനിക്ക് എന്തായാലും ഒരുപാട് സന്തോഷമായി, നിനക്ക് എവിടുന്ന് ഈ ബുദ്ധി കിട്ടിയത്, നീ എങ്ങനെ ഈ കുളത്തിലേക്ക് ചാടിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, നമ്മുടെ വീടിൻ്റെ വിളക്കില്ലേ അവൾ തന്നെയെന്ന് പറഞ്ഞു തന്നെന്ന് പറയുമ്പോൾ ബോന്തിതയാണോ എന്ന് ചോദിക്കുകയാണ് ത്രിലോചൻ. അപ്പോൾ ആ ബോന്തിത തന്നെയാണ് എനിക്കിതൊക്കെ പറഞ്ഞു തന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത അവനും തമ്മിൽ സംസാരിക്കണ ഭാഗം കാണിക്കുന്നുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തെങ്കിലും പിടിക്കപ്പെട്ടു എന്നുള്ള ഒരവസ്ഥ വന്നാൽ നേരെ ഓടിയിട്ട് ഇങ്ങോട്ട് ചാടിക്കോ, ഈ കുളത്തിലേക്ക് ചാടിക്കോ, പത്തിബാബുവിന് എന്തായാലും നീന്താനൊക്കെ അറിയാലോ, അപ്പോൾ ഒരു പ്രശ്നമില്ല. ഇനി പിടിക്കാൻ വന്ന ആൾക്കാർ പോയി എന്നറിഞ്ഞാൽ എന്തായാലും ഇനി കരക്ക് കയറിക്കോ എന്ന് പറയുന്നുണ്ട് ബോന്തിത. അപ്പോൾ അതൊക്കെ ത്രിലോചനോട് അനിരുദ്ധ് പറയാണ്. പിന്നെ കാണിക്കുന്നത് ബോന്തിയുടെ അമ്മൂമ്മ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ രൂപേനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അമ്മൂമ്മ ദേഷ്യം വന്നിട്ട് തന്നെ പറയാണ്, ഇനി ആരും ആ പെണ്ണിനെ കുറിച്ച് എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞിട്ട് ചെവിയൊക്കെ പൊത്തിയിട്ട് നിൽക്കുന്നുണ്ട്, നല്ല അസ്വസ്ഥയാവുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ വിചാരിക്കുകയാണ്, ഈ അമ്മൂമ്മയ്ക്ക് എന്താ പറ്റിയത്, ഇത്ര കാലം ഇങ്ങനെ ഒരു പേടിച്ചിട്ട് ആളെ കണ്ടിട്ടില്ലല്ലോ, നല്ല ധൈര്യമുള്ള ആളായിരുന്നല്ലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അനിരുദ്ധ് ഈ അമ്മൂമ്മനെ വന്നിട്ട് പേടിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ഇനി ജയിലിലേക്ക് പോകും, നിങ്ങൾ ആ സ്ത്രീനെ കുളത്തിലേക്ക് തള്ളിയിട്ടിട്ട് കൊന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് പേടിപ്പിക്കുകയാണ്. അപ്പോൾ ആ അമ്മൂമ്മയാണെങ്കിൽ അയ്യോ ഞാൻ ഇനി ജയിലിൽ പോകേണ്ടി വരുമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അവസരം മുതലാക്കിയിട്ട് നമ്മുടെ അനിരുദ്ധ് പറയാണ്, ഇനിയിപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ബോന്തിതേനെ ലണ്ടനിലേക്ക് വിട്ടാൽ ഞാൻ ഒരിക്കലും ഇതാരോട് പറയാനൊന്നും പോകണില്ല, നിങ്ങൾ ജയിലിലും ആവാൻ പോകണില്ല, പുറത്ത് ആരും അറിയില്ല എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ സമ്മതം കൊടുക്കുകയാണ്, ബോന്തിതേനെ കൂടെ കൊണ്ടുപോകാനുള്ള സമ്മതം കൊടുക്കുന്നുണ്ട്, ഒപ്പം വിടാന്ന് അനുവാദം കൊടുക്കുന്നുണ്ട് ആ അമ്മൂമ്മ. അപ്പോൾ പേടിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ പിന്നീടുള്ള ഒരു ദിവസം ഇങ്ങനെ നടക്കുമ്പോൾ റോയ് ചൗധരി അവർ പുതിയത് മേടിച്ച വീടില്ലേ അവിടെ നിന്ന് ആ രൂപ ഇട്ടായിരുന്ന സാരി കിട്ടാണ് ഈ അമ്മൂമ്മയ്ക്ക്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് മനസ്സിലാവാണ് അനിരുദ്ധാണ് ഈ രൂപയുടെ വേഷം കെട്ടിയിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നതും ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അവനാണെന്ന് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ബോന്തിതേനെ കൊണ്ട് അവൻ്റെ ഫോട്ടോമേ ഓരോ ലിപ്സ്റ്റിക്കും അതേപോലെ കണ്ണൊക്കെ എഴുതിപ്പിക്കുന്നുണ്ട്, വിഗൊക്കെ വെപ്പിക്കുന്നുണ്ട്, സാരിയൊക്കെ ഇടിയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിത വരാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ദിവസം നമ്മുടെ റോയ് ചൗധരി ആ വീട്ടിൽ നല്ല ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും, ത്രിലോചനും അനിരുദ്ധമൊക്കെ കൂടിയിട്ട്. അപ്പോൾ അവർ കാത്തു നിന്നിട്ട് മെല്ലെ മെല്ലെ പല്ലക്ക് വരുന്നുണ്ട്. ആ പല്ലക്കിൽ ഉണ്ടാവുക ഈ അനിരുദ്ധിൻ്റെ തന്നെ പ്രതിമ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ അവൻ അന്ന് യൂസ് ചെയ്തിരുന്ന സാരിയൊക്കെ അതിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവൻ മനസ്സിലാക്കാൻ അമ്മൂമ്മ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ കാണിക്കുന്നത് ബോന്തിയുടെ അമ്മൂമ്മ ഒരു മണവാട്ടിയുടെ രൂപത്തിൽ ഒരു പല്ലക്കിലൊക്കെ വന്നിട്ട് ആ റോയ് ചൗധരി അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങുകയാണ്. എന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇനിയിപ്പോൾ എന്തായാലും പുതിയ മരുമകളല്ലേ, നിങ്ങളെന്തായാലും സ്വാഗതം ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അവരാകെ മേലോട്ട് നോക്കുകയാണ്, എന്തപ്പോൾ ഇത് കഥ, ഇതിപ്പോൾ എന്തിനാ ഈ വേഷമൊക്കെ മാറിയിട്ട് വന്നേക്കുന്നതെന്ന് ആലോചിക്കുന്നുണ്ട് അനിരുദ്ധ്. അപ്പോൾ അനിരുദ്ധ് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്, എന്തിനാ ഇപ്പോൾ ഈ വേഷം കെട്ടിയിട്ട് ഇങ്ങോട്ട് വന്നേക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സത്യങ്ങളും അവളുടെ അമ്മൂമ്മ പറയുകയാണ്, ഞാൻ വന്നേക്കുന്നത് എനിക്ക് ഒരു ആൾ ഈ വീട്ടിലെ തന്നെ ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു കുറേ കാലങ്ങൾക്ക് മുന്നേ. അപ്പോൾ ആ വാക്ക് എന്നോട് പാലിച്ചില്ല, അപ്പോൾ അത് ഇപ്പോൾ പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവനെ ഒന്നും മനസ്സിലാവാതെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ അമ്മൂമ്മ എല്ലാം പറയാണ്, അതായത് നിൻ്റെ കാക്കയില്ലേ ത്രിലോചൻ ആദ്യം എൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടതായിരുന്നു, എനിക്ക് കല്യാണത്തിന് ഇടാനുള്ള പുടവ വരെ ആൾ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അന്ന് എനിക്ക് തന്ന വാക്ക് ആൾ പാലിച്ചില്ല, എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നില്ല. അതിന് കാരണം എന്താണെന്ന് അവർ പറഞ്ഞതെന്നറിയോ, അത് ഞാൻ മര്യാദകൾ ലംഘിച്ചു എന്നാണ്, ആ രീതികളൊക്കെ ഞാൻ തെറ്റിച്ചു എന്ന് ഉള്ള ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്നെ ഇവർക്ക് അന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി വരാഞ്ഞത്. എല്ലാവരുടെ മുമ്പിലും ഞാൻ നാണം കിട്ടുപോയി, എന്നെ ഒരു പിഴച്ച സ്ത്രീ ആയിട്ട് എല്ലാവരും കണ്ടു, നാട്ടുകാരൊക്കെ കണ്ടു, ഞാൻ വെറും തരം താഴ്ന്ന സ്ത്രീ ആയിട്ടാണ് എല്ലാവരും കണ്ടത് അതിനുശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ്. എന്നിട്ട് ആ കാരണം പറയുന്നുണ്ട്, ഒരിക്കൽ ത്രിലോചൻ അവരുടെ ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ത്രിലോചൻ നല്ല അസുഖം പിടിപെട്ടിട്ട് തളർന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അന്ന് താക്കൂമ്മയുടെ വീട്ടിലാണെങ്കിൽ അച്ഛൻ ഉണ്ടായിരുന്നില്ല, അമ്മ ഉണ്ടായിരുന്നില്ല, വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ത്രിലോചൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് താക്കൂമ്മ ത്രിലോചനെ ചികിത്സിച്ചു. അപ്പോൾ അതിന് സമൂഹത്തിലുള്ള ആൾക്കാർ ഈ താക്കൂമ്മനെ മാത്രം കുറ്റപ്പെടുത്തി അപമാനിച്ചു.
കാണിച്ചു, വെറും പിഴച്ചവളാണ്, ഇങ്ങനെ ഓരോ ചെക്കന്മാരെ വീട്ടിലേക്ക് ക്ഷണിച്ച് വരുത്തുന്ന ആ പെണ്ണാണെന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു പെണ്ണും ഒരു ചെക്കനും കല്യാണത്തിന് മുന്നേ അന്നത്തെ കാലത്തൊന്നും കാണാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നതും അന്നൊരുപാട് ക്രൂരതകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ പെണ്ണുങ്ങൾക്കൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ താക്കുമാക്കും സഹിക്കേണ്ടി വരികയാണ്. അപ്പോൾ അങ്ങനെ ത്രിലോചൻ്റെ വീട്ടുകാരും ഈ ബന്ധത്തിന് സമ്മതിക്കുന്നില്ല, ഇങ്ങനത്തെ ഉള്ള പെണ്ണാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കല്യാണം മുടങ്ങാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അമ്മൂമ്മ പറയുമ്പോഴും ബോന്തിതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ബോന്തയ്ക്ക് ആകെ പാവം തോന്നുന്നുണ്ട് ഈ അമ്മൂമ്മനെ ഓർത്തിട്ട്. അപ്പോൾ ത്രിലോചൻ പറയുന്നുണ്ട്, നീ അന്ന് എന്നെ എന്തിനാ രക്ഷിക്കാൻ വന്നത്? നിനക്ക് രീതികളൊക്കെ നോക്കിയിട്ട് നിൽക്കായിരുന്നില്ലേ? അതല്ലേ ശരിക്കും ചെയ്യേണ്ടത്. ഞാൻ മരിച്ചു പോയോട്ടെ എന്ന് വിചാരിക്കണം, അല്ലാണ്ട് നീ രീതികളൊന്നും തെറ്റിക്കാൻ പാടില്ലായിരുന്നു, നിൻ്റെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധം ത്രിലോചനെ ചീത്ത പറയുന്നുണ്ട്, മാപ്പ് പറയാൻ വേണ്ടിയിട്ട് ത്രിലോചനോട് പറയുന്നുണ്ട്. പക്ഷേ ത്രിലോചൻ പറയാണ്, ഞാൻ എന്തായാലും ഇപ്പം മാപ്പൊന്നും പറയില്ല എന്ന് പറയാണ്. അപ്പോൾ അതിനുശേഷം ബോന്തിത്താണെങ്കിൽ അമ്മൂമ്മനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയാണ്, ഞാൻ ഇനി എന്തായാലും ഈ വീട്ടിലത്തെ ഒരു മോളാവില്ല, ത്രിലോചന് മാപ്പ് ചോദിക്കുന്നവരെ അമ്മൂമ്മോടെന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മനെ വിളിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. പിന്നെ താക്കും വേണമെങ്കിൽ വീട്ടിൽ വന്നിട്ട് തൂങ്ങി മരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ബോന്തനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നാടകം ആൾ കളിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കരഞ്ഞിട്ടൊക്കെ ബോന്തനെ കയ്യിലെടുക്കുന്നുണ്ട്. ബോന്ത പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇനി താക്കുമോട് ത്രിലോചൻ മാപ്പ് പറയണ വരെ അവരോട് മിണ്ടാനും പോണില്ല, ഒന്നിനും പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വാക്ക് കൊടുക്കുകയാണ്. പിന്നെ ത്രിലോചന അനിരുദ്ധ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് അമ്മൂമ്മയുടെ അടുത്ത് വന്നിട്ട് ത്രിലോചൻ മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അമ്മൂമ്മ പറയാണ്, നിങ്ങൾ കഴുതപ്പുറത്ത് ഈ കരിയൊക്കെ വാരി തേച്ചിട്ട് മുഖത്ത് വന്നാലാണ് ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരുള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ അനിരുദ്ധ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും എൻ്റെ കാക്കാനെ ഒരിക്കലും ഞാൻ അപമാനിക്കപ്പെടാൻ സമ്മതിക്കില്ല നാട്ടുകാരുടെ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അതിന് സമ്മതിക്കാതെ ത്രിലോചനായിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ അമ്മൂമ്മയാണെങ്കിൽ ബോന്തോടെ അടുത്ത് വന്നിട്ട് നേരെ വിപരീതമാണ് പറയുന്നത്. അവരൊരിക്കലും മാപ്പ് ചോദിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ബോന്തേനെ പിന്നെയും അവരെ വെറുപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ അനിരുദ്ധ ബോന്തേനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പുറത്ത് നിന്നിട്ട് വാതിലുമ്പോൾ കൊട്ടുന്നുണ്ട്. അപ്പോൾ അവൾ ഓടിപ്പോയിട്ട് വാതിൽ തുറന്നിട്ട്, നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, എപ്പോഴാണോ ത്രിലോചൻ മാപ്പ് ചോദിക്കുന്നത് അപ്പോൾ മാത്രമേ ഞാൻ നിങ്ങളോട് മിണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനൊന്നും പറയാൻ വേണ്ടി അനുവദിക്കുന്നില്ല. അപ്പോഴേക്കും അവൾ വാതിലടച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അവൻ ഒരുപാട് സങ്കടമാവുന്നുണ്ട്. പിന്നെയും അവന് അവളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവൾ ഒഴിഞ്ഞു മാറി പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ബോന്തിയുടെ അമ്മൂമ്മ അനിരുദ്ധിനോട് പറയാണ്, ഞാൻ എന്തായാലും ഇനി അവൾ വേറെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇനി അവൾ പേനല്ല കൈകൊണ്ട് പിടിക്കുക, മറിച്ച് വീട്ടിൽ പനികളാവും, അതുകൊണ്ട് ചെയ്യുക, അല്ലാണ്ട് ഇനി അവൾ ഒരിക്കലും പഠിക്കാനൊന്നും പോണില്ല എന്ന് പറഞ്ഞിട്ട് അവനോട് പറയുമ്പോൾ അവൻ പറയാണ്, അങ്ങനെ ഞാൻ ഒരിക്കലും സംഭവിപ്പിക്കില്ല, അവളിനെ ഒരിക്കലും ഇങ്ങനെ കല്യാണം കഴിപ്പിക്കില്ല, ബാലവിവാഹം ഇനി അവളെ കൊണ്ട് കഴിപ്പിക്കില്ല, ഞാൻ മാത്രമല്ല അവളും ഇതൊരിക്കലും ആഗ്രഹിക്കില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അമ്മൂമ്മ ബോന്തനെ കൊണ്ട് കത്തൊക്കെ എഴുതിപ്പിക്കുന്നുണ്ട്. ആ പെണ്ണ് കാണാൻ വരുന്ന ആ ചെക്കൻ്റെ വീട്ടിലേക്ക് നാളെ തന്നെ വരാൻ പറഞ്ഞിട്ട് എഴുതിപ്പിക്കുകയാണ്. പക്ഷെ അവൾക്കറിയില്ല അത് അവളിനെ പെണ്ണ് കാണാനാണ് വരുന്നതെന്ന് അവൾക്കറിയില്ല. അപ്പോൾ അവളെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുത്തിട്ട് അവളുടെ അമ്മൂമ്മ അനിരുദ്ധിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ അവളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചു ഈ പെണ്ണ് കാണാനും ഈ കല്യാണത്തിനും, ഇനി നിനക്ക് ഒരിക്കലും തടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് ആ കത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബോന്തിത്ത ആ തയ്യാറെടുപ്പ് നടത്തുന്നത് കാണിക്കുന്നുണ്ട്, അവിടെ ഒക്കെ അലങ്കരിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനിരുദ്ധ അവളുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് ചോദിക്കുന്നുണ്ട്, ബോന്ത നീ എന്തപ്പോൾ ഈ കാണിക്കുന്നത്, താക്കുമ്പോൾ പറഞ്ഞൊക്കെ ശരിയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ബോന്തനെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബോന്തനെ ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ അവരുടെ സംസാരമൊക്കെ കണ്ടിട്ട് ബോന്തയ്ക്ക് മനസ്സിലാവാണ് അത് അവളിനെ തന്നെയാണ് പെണ്ണ് കാണാൻ വന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അവളുടെ അമ്മൂമ്മനെ വിളിച്ചിട്ട് അവൾ പോയി പറയുന്നുണ്ട്, ഒരിക്കലും എന്നെ ഇനി ഒരു ശൈശവ വിവാഹം കഴിപ്പിക്കരുത്, എനിക്ക് ഒരിക്കലും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരിക്കലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് അമ്മൂമ്മയോട്. അപ്പോൾ ഇതൊക്കെ ടാപ്പർ കേൾക്കുന്നുണ്ടാവും. പിന്നെ അനിരുദ്ധിനാണെങ്കിൽ ഇതൊന്നും അറിയാതെ അകത്തെന്താ നടക്കുന്നതെന്ന് അറിയാതെ അസ്വസ്ഥനായിട്ട് അവൻ ആകെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവിടേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോൾ ടാപ്പറും അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ടാപ്പറിനോട് അവൻ ചോദിക്കുകയാണ്, അകത്തെന്താ നടക്കുന്നത്, നീ എനിക്ക് പറഞ്ഞു തായോ എന്ന് പറയുമ്പോൾ ടാപ്പർ പറയാണ്, അകത്ത് ബോന്തയുടെ ബന്ധം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ തമ്മിൽ, പക്ഷേ ബോന്തയ്ക്കാണെങ്കിൽ ഇതിനൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മനെ വിളിച്ചു കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ ഒരു കുറ്റകരമാണ്, ബാലവിവാഹമാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ടാപ്പർ പറയുന്നുണ്ട് അനിരുദ്ധിനോട്. അപ്പോൾ അനിരുദ്ധാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഒരുപാട് സന്തോഷിക്കുകയാണ്. ബോന്തിത്ത ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല എന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ലോട്ടറി അടിച്ച പോലെ ചിരിക്കുന്നൊക്കെ ഉണ്ട്.
കാണിക്കുന്നത് ബോന്തയുടെ അമ്മൂമ്മ അവളുടെ ഭക്ഷണത്തിൽ എന്തൊക്കെയോ കലർത്തിയിട്ട് അവളുടെ മൈൻഡ് തന്നെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ബോധമില്ലാതെ തന്നെ അവൾ ഇരിക്കുന്നത്, കണ്ണൊക്കെ തുറന്നിട്ടാണെങ്കിലും അവൾക്കൊരു ബോധം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അവളിനെ ഒരുക്കിയിട്ട് ആ ഉറപ്പിക്കലിന് കൊണ്ടുപോകുന്നുണ്ട്, നിശ്ചയം പോലെ നടത്തുന്നുണ്ട് അവിടെ. അപ്പോൾ അതിന് കൊണ്ടുപോകുന്നുണ്ട്. ഇത് അനിരുദ്ധ അറിഞ്ഞിട്ട് അനിരുദ്ധ അങ്ങോട്ട് ഓടുന്നുണ്ട് ത്രിലോചനും കൂടിയിട്ട്. അപ്പോൾ അനിരുദ്ധിനെ ആണെങ്കിൽ അവൾക്ക് കടക്കാൻ വേണ്ടിയിട്ട് അവരൊന്നും സമ്മതിക്കുന്നില്ല, അവന് നന്നായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ രക്തമൊക്കെ വരുന്നുണ്ട് അവന്. എന്നിട്ട് അവൻ അവിടെ ഉള്ള ഒരു അമ്പലത്തിൽ കയറിയിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് ബോന്തിത്ത അങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ അവർ മാറ്റമൊക്കെ അല്ലേ അതൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവൾക്ക് പെട്ടെന്ന് ബോധം വരികയാണ്. അപ്പോൾ അവൾ അതൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തൊക്കെ ഈ കാണിക്കുന്നത്, എൻ്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണെന്ന് പറയുമ്പോൾ ആ ചെക്കൻ്റെ വീട്ടുകാരാകെ ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ പറ്റിക്കായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ബോന്ത പറയുന്നുണ്ട്, എൻ്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം ഓൾറെഡി ബ്രോക്ക് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഞാനൊരിക്കലും ഇങ്ങനൊരു ശൈശവ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ചെക്കൻ്റെ വീട്ടുകാരാണെങ്കിൽ താക്കുമാനെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്, ഞങ്ങളെ പറ്റിക്കായിരുന്നില്ല ഈ അശുദ്ധമായിട്ടുള്ള പെണ്ണിനൊക്കെ ഞങ്ങളെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ താക്കുമാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ കാല് പിടിക്കാം, എന്തായാലും ഇവളെ തന്നെ നിങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ ഈ അശുദ്ധമായിട്ടുള്ള പെണ്ണിനെ ഞങ്ങൾക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഞങ്ങൾ ഇവളെ കൊണ്ടുപോവാം, പക്ഷേ എൻ്റെ മോൻ്റെ ഭാര്യയായിട്ടല്ല, പക്ഷേ എൻ്റെ വീടിൻ്റെ ഒരു മുക്കിൽ അവൾ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അവളെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ താക്കും നന്നായിട്ട് എതിർക്കുന്നൊക്കെ ഉണ്ട്. അതിന് ബോന്തിത്തെ നന്നായിട്ട് എതിർത്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ താക്കുമ്മയുടെ കയ്യിൽ നിന്നാണെങ്കിൽ ബോന്തയ്ക്ക് നന്നായിട്ട് ചീത്തൊക്കെ കേൾക്കുന്നുണ്ട്, അവളെ അടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അനിരുദ്ധ് ബോന്തയുടെ കല്യാണം മുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അവളിന് എന്തായാലും ഞാനൊരു ബാരിസ്റ്റർ ആക്കും എന്ന് അവൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്വപ്നം എന്തായാലും സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും എന്ന് അവൻ പറയുന്നുണ്ട്. പിന്നെ ബോന്തയുടെ അമ്മൂമ്മനെ കാണിക്കുകയാണ്. ആൾ ഒരു പൂജാരിയോട് സംസാരിക്കുന്നുണ്ട്. ആളോട് ചോദിക്കുകയാണ്, ബോന്ത അശുദ്ധമെല്ലാം തെളിയിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പൂജാരി പറയാണ്, ഉണ്ട്, പക്ഷേ എന്തായാലും അവളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് കഠിനാണ് അതെന്ന് പറയാണ്. അപ്പോൾ താക്കുമ്മ പറയുന്നുണ്ട്, അതെന്തായാലും പറഞ്ഞു അവളത് ചെയ്യുമെന്ന് പറയുമ്പോൾ പൂജാരി പറയാണ്, ഇപ്പോൾ അടുത്ത് ഒരു കാട് പോലത്തെ സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട്, ജീവികളുണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഇവളെ ഒറ്റയ്ക്ക് രാത്രി പറഞ്ഞയക്കണം, എന്നിട്ട് സൂര്യപ്രകാശം അടിക്കുമ്പോൾ പുറത്തേക്ക് വരണം. അവൾ ജീവനോടെ പുറത്തേക്ക് വരികയാണെങ്കിൽ അവൾ ശുദ്ധമാണ്. ഇനിയിപ്പോൾ അവൾ ജീവനോടെ വന്നില്ല എങ്കിൽ, അതായത് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൾ അശുദ്ധമാണെന്നാണ് അതിനർത്ഥം എന്ന് പറയാണ്. ശരിക്കും അന്ധവിശ്വാസമാണ്. അപ്പോൾ ആ അമ്മൂമ്മ പറയുന്നുണ്ട്, എന്തായാലും അവൾ ചെയ്തിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ബോന്തയുടെ അമ്മ തന്നെ അവൾക്ക് കൊടുക്കുന്ന രസഗുളയിൽ ആ മരുന്നൊക്കെ ചേർത്തിട്ട് അവളുടെ മൈൻഡ് മാറ്റുന്നുണ്ട്. എന്നിട്ട് അവളിനെ ആ കാട് പോലത്തെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് എല്ലാവരും കൂടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വിളക്കായിട്ട് കടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയും നമ്മുടെ അനിരുദ്ധ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അവൾ എന്നിട്ട് ഒരു പുതപ്പൊക്കെ തലയിലിട്ടിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, ബോന്ത നീ എന്താ ഈ കാണിക്കുന്നത്, ഇവിടേക്കൊന്നും വരാൻ പാടില്ല, ഇത് അത്രയ്ക്ക് അപകടമായിട്ടുള്ള സ്ഥലമാണ്, ഇവിടെ കുറേ വന്യമൃഗങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിലും അവൾക്കൊന്നും പറയാൻ വേണ്ടി പറ്റുന്നൊന്നും ഉണ്ടാവില്ല. അവന് മനസ്സിലാവുന്നുണ്ട് അവരെന്തൊക്കെയോ അവൾക്ക് കലക്കി കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അവളെ സുരക്ഷിതമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ പുലിയൊക്കെ വരുന്നുണ്ട്, പാമ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവളെ രക്ഷിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് അവരൊരു പഴയ കെട്ടിടം പോലത്തെ ഒരു സ്ഥലത്തൊക്കെ എത്തുന്നുണ്ട്. പക്ഷേ അവിടെ വെച്ചിട്ട് നല്ല കാറ്റടിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ തൂണുകളൊക്കെ മറിഞ്ഞു വീഴുന്നുണ്ട്. അപ്പോൾ ഒരു തൂണ് അനിരുദ്ധ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന ആ സമയത്ത് ഒരു തൂണ് ബോന്തിത്തയുടെ കാലുമയ്ക്ക് വീഴുന്നുണ്ട്. അപ്പോൾ അവന് ഓടിപ്പോയിട്ട് ആ തൂണ് അവളുടെ കാലുമെന്നെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ബോന്ത കരയുന്നുണ്ട്. അവൾ ആ പഴയ സ്ഥിതിയിലേക്ക് തന്നെ എത്തുകയാണ്. പഴയ ഒരു ഓർമ്മ അവൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട്, ബോന്തിത്ത നീ എന്ത് പണിയായി കാട്ടിയത്, നീ എന്തിനപ്പോൾ ഇങ്ങോട്ട് വന്നത്, നിൻ്റെ വീട്ടുകാർക്കൊക്കെ അന്ധവിശ്വാസമാണ്, നീ ഒരിക്കലും അശുദ്ധാവില്ല ബോന്ത, എൻ്റെ ബോന്തിത്ത അശുദ്ധാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളെ കവിളത്തൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ പറയാണ്, നീ മാത്രമല്ല ഈ ലോകത്തുള്ള ഒരു സ്ത്രീകളും അശുദ്ധമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത്ത ഓർത്തെടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നിങ്ങളോട് മിണ്ടില്ല, ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ അമ്മൂമ്മയ്ക്ക്, ഈ ത്രിലോച മാപ്പ് പറയാനല്ലാണ്ട് ഞാൻ എന്തായാലും നിങ്ങളോട് മിണ്ടില്ല എന്ന് പറയുമ്പോൾ അനിരുദ്ധ പറയാണ്, നമ്മുടെ ത്രിലോചൻ കാക്കൊക്കെ ഓൾറെഡി മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബോന്ത ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അപ്പോൾ എൻ്റെ അമ്മൂമ്മ എന്നോട് നോണ പറഞ്ഞതാവൂലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ അനിരുദ്ധ എല്ലാ കാര്യങ്ങളും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാപ്പൊക്കെ ചോദിച്ചതും അമ്മൂമ്മ പറഞ്ഞില്ലേ ആ കഴുതപ്പുറത്തിരുന്നിട്ട് കരി വാരി തേച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ത്രിലോചനോട് പറഞ്ഞതൊക്കെ അനിരുദ്ധ പറയാണ്. അപ്പോൾ ബോന്തയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ ആവുന്നുണ്ട് അമ്മൂമ്മയോട്.
എന്നിട്ട് അവൾ അനിരുദ്ധിനോട് മാപ്പൊക്കെ പറയുന്നുണ്ട്. അവൾ ചെയ്ത തെറ്റിനും വിശ്വസിക്കാതിരുന്നതിനൊക്കെ മാപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ബോന്ത നിൻ്റെ ഒരു തെറ്റുമില്ല, നിന്നെ അവർ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് തിരുത്തിയതല്ല, നിൻ്റെ ഒരു തെറ്റുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ബോന്തയ്ക്ക് നടക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവൻ അവളെ എടുത്തിട്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വഴി നോക്കുമ്പോൾ അവിടെ കമ്പിവേലി കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ കമ്പിവേലി അവൻ പിടിച്ചിട്ട്, വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അത് പിടിച്ചിട്ട് അകത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ബോന്തേനെ കടത്തുകയാണ്. അപ്പോൾ അവൻ്റെ കൈയൊക്കെ പൊളിഞ്ഞിട്ട് ആകെ രക്തമൊക്കെ വരുന്നുണ്ടാവും. അവനതൊന്നും കാര്യമാക്കാതെ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ നേരം വെളുക്കുമ്പോഴാണെങ്കിൽ ബോന്തയുടെ അമ്മയും പിന്നെ അമ്മൂമ്മയൊക്കെ കൂടിയിട്ട് അതിനകത്ത് കിടക്കുകയാണ്. എന്നിട്ട് ബോന്തേനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അനിരുദ്ധിൻ്റെ ഒരു വാച്ച് കിട്ടുകയാണ് അമ്മൂമ്മയ്ക്ക്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് മനസ്സിലാവുകയാണ് അനിരുദ്ധ് അവളെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അനിരുദ്ധിന് ഒരു ഉന്തുവണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലെ ബോന്തേനെ ആക്കിയിട്ട് അവനത് ഉന്തിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, നമ്മളെന്തായാലും ഇനി ഒരു ബാരിസ്റ്റർ ആവുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സന്തോഷത്തോടൊക്കെ വർത്താനം പറഞ്ഞ് വരുമ്പോഴായിരിക്കും അവിടേക്ക് ബോന്തയുടെ അമ്മൂമ്മ വരുന്നത്. പോലീസുകാരെ ഇട്ടവും വന്നിട്ടുണ്ടാവുക. എന്നിട്ട് അവളെ തട്ടിക്കൊണ്ട് പോയി എന്നുള്ള ആ കേസിന് അവനെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോവാണ്. എന്നിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് അടയ്ക്കുന്നുണ്ട്. ബോന്തേനെ എനിക്ക് അവളുടെ അമ്മൂമ്മ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ത്രിലോചൻ ഒരുപാട് ഓടി നടക്കുന്നുണ്ട് അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒന്നിനും പറ്റുന്നുണ്ടാവില്ല. കാരണം ബോന്തയുടെ അമ്മൂമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അവനൊരിക്കലും പുറത്ത് വിടാൻ പാടില്ല എന്നാവും പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ ബോന്തയുടെ വീട്ടിലാണെങ്കിൽ അവളുടെ കല്യാണം ഇനി വേറെ ആളായിട്ട് ഉറപ്പിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകളൊക്കെ നടക്കുകയാണ്. അവളുടെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഒരു ആൾക്കാർ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും അവളുടെ അമ്മമ്മ. അപ്പോൾ അങ്ങനെ അവർ വരുന്നുണ്ട്. അപ്പോൾ ബോന്തയാണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറ്റടിക്കുന്നുണ്ട് പുറത്തുനിന്ന് നന്നായിട്ട്. അപ്പോൾ അവൾ വിൻഡോ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോകുമ്പോഴാവും അവളെ പെണ്ണ് കാണാൻ വന്നിട്ടുള്ള ആ ചെക്കൻ അതേ കൂടെ പോകുന്നത്. അപ്പോൾ ആ ചെക്കന് വലിയ റോളുണ്ട് ഈ സീരിയലിൽ. അപ്പോൾ ആളുടെ പേര് ചന്ദ്രചൂർ എന്നാണ് ഇത്ര. അപ്പോൾ ചന്ദ്രചൂർ ഇങ്ങനെ അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളെ കണ്ടതും അവന് നല്ല ഇഷ്ടമാവുന്നുണ്ട്. അവൻ ചിരിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾ വിൻഡോ അടച്ചിട്ട് പിന്നെയും പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി നിൽക്കുകയാണ്. ചന്ദ്രചൂർ നേരെ വീടിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് ആ ബോന്തയുടെ ഫോട്ടോ ആണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് ആദ്യം. അപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ആ ബന്ധം ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബോന്തേനെ കാണണം എന്ന് പറയുമ്പോൾ ബോന്ത പ്രാർത്ഥനയിലാണെന്ന് പറയുകയാണ്. എന്നിട്ട് ബോന്തേനെ കണ്ണാടി വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ സ്വർണ്ണമൊക്കെ കൊടുന്ന് വെച്ചിട്ട് അവർ തമ്മിലുള്ള കല്യാണം ഉറപ്പിക്കുകയാണ്. അപ്പോൾ മാത്രമല്ല ബോന്തയുടെ അമ്മമ്മ അവർക്ക് സ്ത്രീധനമായിട്ട് ഒരുപാട് സ്വർണ്ണങ്ങളും സ്ഥലമൊക്കെ കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുമുണ്ട്. പിന്നെ കാണിക്കുന്നത് ത്രിലോചൻ ബോന്തയുടെ അമ്മൂമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് അനിരുദ്ധിനെ ഒന്ന് ജയിലിൽ നിന്ന് പുറത്ത് വിടാൻ വേണ്ടി പറയാണ്. അപ്പോൾ അമ്മൂമ്മ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പുറത്ത് വിടാം, പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ കരി ഉണ്ടല്ലോ അത് വാരിയിട്ട് നിങ്ങളെ മുഖത്തേക്കൊക്കെ തേക്കണം എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ത്രിലോചനാകെ ഒരു ജാതി ആവുന്നുണ്ട്. എന്നിട്ട് ആ അമ്മൂമ്മ ഒരു കരിയൊക്കെ എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് ത്രിലോചനോട് തേക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ ത്രിലോചൻ അതിലിങ്ങനെ കൈ കുത്താൻ വേണ്ടി വരുമ്പോഴേക്കും ബോന്ത അങ്ങോട്ട് വന്നിട്ട് അത് തട്ടിയെറിയാണ്. നിങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല, ആരുടെ മുമ്പിൽ അപമാനിക്കപ്പെടരുത് എൻ്റെ ത്രിലോചൻ കാക്കാന്ന് അവൾ പറയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.